ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം എന്തായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യുന്ന സ്കിൻ ടൈറ്റനിങ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുവാണ്. അതിനുവേണ്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് പുതിയതായിട്ടൊരു സാധനം വെച്ചൊന്നും അല്ല കേട്ടോ അത് ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യും നിങ്ങളുമായിട്ട്. പിന്നെ ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറി, അതാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ദോശ, കടലക്കറി, ചമ്മന്തിപ്പൊടി, ഏത്തപ്പഴം എല്ലാമാണ് ഇന്ന്. അപ്പം നമുക്ക് ഏത്തപ്പഴം പിന്നെ ഡെയിലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? ആ, അത് തന്നെ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. മോന് അവരൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഞാനും ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിള്ളേർക്ക് കഴിച്ചിട്ടില്ല. മൂത്തയാൾക്ക് ചൂട് ദോശ വേണം. ഞങ്ങൾക്ക് ചൂടൊന്നും വേണ്ട, തണുപ്പും വേണ്ട, ഒന്നും വേണ്ട, സാധാ ചുട്ട് വെച്ചാൽ മതി. അവൻ ചൂടുദോശ കൊടുത്താൽ അത്രയും സന്തോഷം. അതുകൊണ്ട് ചൂടുദോശ കൊടുക്കാണ്ടോ എന്ന് ഓർത്തു. അപ്പം അവർക്കുള്ളത് ചൂടാൻ വെച്ചേക്കുന്നു. ഇളയാൾക്ക് ചൂടും വേണ്ട, തണുപ്പും വേണ്ട, ഒന്നും ഞങ്ങളെ പോലെ തന്നെ. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ചിറ്റ വിളിച്ചു, അതാണ് പോയത്. അപ്പം നമുക്ക് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണേ. അപ്പം അധികം പണികളൊന്നും ഇല്ലല്ലോ, അതിൻ്റെ മാത്രമല്ലോ. എനിക്ക് ചോറെന്നാലും വെച്ച് നമ്മുടെ നിക്കിക്ക് നീലുവിനും അവർക്കൊക്കെ കൊടുക്കണം, എനിക്ക് കഴിക്കണം, എനിക്ക് ചോറ് മതി. അതുകൊണ്ട് ഞാൻ ചോറാണ്. എനിക്ക് കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ടല്ലോ ചിലർ, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ചേട്ടൻ ചിക്കൻ മേടിക്കാൻ പോയി ചിക്കൻ ഫ്രൈഡ് റൈസിന്. അപ്പം ഞാൻ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പറയാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി ഇനി സബോള എല്ലാം ഒരുക്കണം, അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. എല്ലാം കഴിഞ്ഞിട്ടൊരു ബ്യൂട്ടി ടിപ്സ് കാണിക്കും. അപ്പം നമുക്ക് കാണാം. അപ്പം നമ്മുടെ സബോളയൊക്കെ നേരത്തെ കുറച്ചെടുത്ത് ഒരുക്കി ഫ്രിഡ്ജിൽ ഞാൻ വെച്ചായിരുന്നു കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് നിറത്തില്ലെന്നാണ് ശരിക്കുള്ള ഇത്. ഇനി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ കണ്ണൊന്നും നീറിയിട്ടില്ല, ഇതുവരെയും കണ്ണൊന്നും നീറിയിട്ടില്ല. പിന്നെ ഞാനൊരു ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ഇതാ നല്ല പൊട്ട് ബീൻസ് വേണം കേട്ടോ. നല്ല പൊട്ട് ബീൻസാണ് കിട്ടിയിരുന്നത്. ബീൻസ്, സെലറി മേടിച്ചിട്ടുണ്ടേ. ഇതാ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കുറച്ച് കേട്ടോ. ഒത്തിരി പച്ചക്കറി ഇട്ടാലും ശരിയാവത്തില്ലല്ലോ. കുറച്ച് നമുക്ക് അരിഞ്ഞിട്ട് വരാം. ഓക്കെ, അരിഞ്ഞിട്ടൊക്കെ കാണാം. ഇന്നലെ ഞാനൊരു ഷോർട്ട് ഇട്ടില്ലായിരുന്നോ? ഷോർട്ട് ഇട്ടപ്പം കാണാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിടാം മോനെ നമുക്ക് അഭിനയിക്കുമ്പോ അമ്മയുടെ കൂടെ വരാൻ പറഞ്ഞു അഭിനയിക്കാൻ. പാട്ട് പാടി ഉറക്കാൻ ഞാൻ എന്നോടവൻ പറയാണ്, അമ്മ ഞാൻ അഭിനയിക്കാനൊക്കെ വരാം, അമ്മ എന്നെ ഈ പാട്ട് പാടുമ്പോ എടുത്തോണ്ട് അഭിനയിക്കാവോ? നടക്കുന്ന കാര്യം വല്ല ആണോ? അവനറിയാൻ നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വരത്തില്ലെന്ന്. അങ്ങനെയാണേ വരാന്ന്. എങ്ങനെയുണ്ട്? എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ. അപ്പൊ മുടിയുടെ ടിപ്സൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ചെയ്യണേ, എന്നെങ്കിലേ നമുക്ക് മുമ്പോട്ട് നമുക്ക് തലമുടിയൊക്കെ നല്ല രീതിയിൽ ആക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഇന്ന് നമ്മൾ അപ്പൊ മുടിയുടെ ടിപ്സ് ഞാൻ കാണിച്ചു തന്നു, മുഖം വെളുക്കാനുള്ളത് കാണിച്ചു തന്നു. ബാക്കി മുഖം തൂങ്ങാതിരിക്കാൻ സ്കിൻ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ടിപ്സ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് അരിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മുടെ ചിക്കൻ കറിക്കുള്ള സബോള ഞാൻ വഴറ്റാനിട്ടു കേട്ടോ.
ഇച്ചിരി ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റാനിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം അരിയട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ മേടിക്കാൻ പോയപ്പോഴത്തേക്കും മാംഗോ ബാർ മേടിച്ചാണ്. ഇളയാള് കഴിക്കൂല, മൂത്താളുടെ ഫേവറേറ്റ് ആണ്, പിന്നെ ഇവിടെ ഫേവറേറ്റ് ആണ്. ആ കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം മേടിച്ചത്. തിന്നണ്ടേ? അന്നേരം പോയി വാങ്ങിച്ചപ്പോഴത്തേക്കും ശരിയെന്ന് ഞാൻ തിന്നൊക്കെ ചെയ്ത് മറന്നു പോകും. അന്ന് ഇതുപോലെ ഐസ്ക്രീം എന്ത് തരുന്നു ഒരാഴ്ച ഇന്ന് ഞാൻ നാളെ തിന്നാൻ മറ്റേ തിന്നാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എടുത്ത് കളയുകയും ചെയ്തു. സമയം അനുസരിച്ച് തിന്നാൻ പതുക്കെ സമാധാനമായിട്ടൊക്കെ തിന്നാന്ന് വെച്ചിട്ട് നടന്നില്ല. ഒരാഴ്ച ഫ്രിഡ്ജ് എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ ഫസ്റ്റിൽ അങ്ങ് തിന്നു. ഇരിക്കുന്ന അമ്മയുടെ മകന്റെ ഇരിപ്പുണ്ട്. ഞാനെല്ലാം കഴിഞ്ഞിരിക്കും തിന്നാന്നും ലേസോ ബിസ്ക്കറ്റോ ഒക്കെയാണ് പുള്ളിക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതെ. അപ്പൊ നമ്മളെ ചിക്കന്റെ സവാള നന്നായിട്ട് വഴഞ്ഞ് കേട്ടോ, വഴഞ്ഞ് ഇനി അതിനെ നമുക്ക് കറി വെക്കണം. പിന്നെ ദേ നമ്മുടെ റൈസിന്റെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു റിഫൈൻഡ് ഓയിൽ ശകലം ഒഴിച്ചു. പിന്നെ ഉപ്പ് പൊടി ഇട്ട് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിവിടെ അരി 30 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി ഇതാ, എനിക്ക് വലിയതാ ഇഷ്ടം, ഇന്ത്യ ഗേറ്റിന്റെ വലിയതാ ഇഷ്ടം ബിരിയാണി അരി. ഇതാ എനിക്ക് ചെറുതുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമേ ഇല്ല, ഇതാണ് നല്ലത്. അപ്പൊ അത് ഇതാക്കി വെച്ചേക്കുവാണ്. കഴുകി വെള്ളത്തിലിട്ട് 30 മിനിറ്റ് ആയി. ഇത് തിളച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇടാം. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. ചിലവർ വെളുത്തുള്ളി അരിഞ്ഞിടുന്നത്, അതൊക്കെ അരിഞ്ഞിടുന്നത്. അത് ഞാൻ എന്താണേലും ഇങ്ങനെയാണ് ആക്കി വെച്ചേക്കുന്നത്. സെലറി ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയനും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പലരും പല മോഡലിലാണ് എല്ലാം വെക്കുന്നത്. ഞാൻ എൻ്റെ മോഡലിൽ വെക്കുന്നത്, ഞാൻ എങ്ങനെ വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരും കേട്ടോ. ഇത് ചിക്കനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചിക്കൻ കഴുകിയിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആക്കി വെച്ചിട്ട് അതൊക്കെ പോയിരുന്ന് കഴുകാൻ പറ്റില്ല. അരിയാണെങ്കിലും ഇതാക്കി കഴിഞ്ഞിട്ട് ചൂടാറാൻ മാറ്റി വെച്ചിട്ട് ഇച്ചിരി നേരം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്തിരുന്ന അടിപൊളിയ അല്ലേ. ഞാനിത് കഴിക്കത്തില്ലെങ്കിലും എനിക്ക് വെക്കാൻ ഇഷ്ടം, എനിക്ക് ചോറുണ്ട്, നല്ല ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആക്കിയിട്ട് വരാവേ. ഇതിനുള്ള ചിക്കനുള്ള ഇത് പൊടിച്ചില്ല, എന്താ നമ്മുടെ പെരുംജീരകമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ അരച്ചെല്ലാം എടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ചിക്കന്റെ കറിക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി വേണമെങ്കിലേ നമുക്ക് ഇത് കിട്ടത്തുള്ളേ. അതിൻ്റെ ഇച്ചിരി ജീരകം, പെരുംജീരകം, കുരുമുളക് എല്ലാം കൂടെ നമുക്ക് ഇട്ട് ചൂടാക്കിയിട്ട് ശകലം 2 ഗ്രാമ്പൂ, കറുവാപ്പട്ട എല്ലാം കൂടി ഇട്ട് ചൂടാക്കി നന്നായിട്ട് നമുക്ക് അവരെല്ലാം കൂടെ അരച്ചങ്ങ് എടുക്കാം. അപ്പൊ നമ്മുടെ സബോള എല്ലാം വഴറ്റിയായിരുന്നല്ലോ, നമ്മള് ഇതാ വഴറ്റി ഇരിക്കുവാണേ. ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് ഒന്ന് ചൂടായിട്ട് ഒന്നിതായിട്ട് നമുക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പ്, എന്തൊക്കെയാ അരച്ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചിക്കനെ അപ്പോഴത്തേക്കും കഴുകിയെല്ലാം വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഇച്ചിരി മുളക് പൊടി എല്ലാം ആക്കി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്റെ സ്റ്റൈലാട്ടോ, നിങ്ങൾ ചിലപ്പം വേറെ സ്റ്റൈലായിരിക്കും. ഇതെന്റെ സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. സൺഡേ സ്പെഷ്യലാണ്, നമ്മുടെ മക്കൾക്കും വേണ്ടിട്ടാ. ഇവള് കഴിക്കില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുമോ?
അങ്ങനെയല്ല എല്ലാരും, നോക്കി എല്ലാ ഭാര്യമാരും എന്താ വയ്ക്കുന്നത്? ചിക്കൻ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസും ചിക്കനും. ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല, ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി. സ്പെഷ്യൽ വേറെ വേറെ ഇവർക്ക് ഒന്നിച്ച് ഇഷ്ടമില്ല. ഫ്രൈഡ് റൈസ് തനിയെ, ചിക്കൻ തനിയെ. ഒരു കുഴമ്പ് വരും അല്ലേ? ഓക്കെ. ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണത്. എല്ലാവർക്കും വായോ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. നമ്മുടെ വിഷ്ണു ഹംസത്തിന് വന്നിട്ടുണ്ട്. അച്ഛനെ മക്കളെ സൺഡേ ഒരു ദിവസം അടുക്കള എത്തിച്ചിട്ട് ചേച്ചി മാറി ആ ഒരു വീഡിയോ എടുക്കണം. വലിയ സന്തോഷമായി കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ പറയണേ. അടുക്കള ഏൽപ്പിച്ചല്ലോ, പറഞ്ഞു കേട്ടോ, അടുക്കള ഏൽപ്പിച്ചല്ലോ. എത്ര പ്രാവശ്യം എന്റെ മാമൻ നോക്കിട്ട് പോയി അച്ഛാ കറക്റ്റ് ആണോ, അടുക്കള കറക്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോ എല്ലാം കറക്റ്റ്, എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുക്കള. നല്ല രസമായിരിക്കും വീഡിയോ വെച്ചാൽ, എല്ലാവർക്കും കാണാൻ രസമായിരിക്കും. നോക്കാം കേട്ടോ, ഒരു രക്ഷമില്ല, നടക്കുന്ന ലക്ഷണമല്ല കേട്ടോ. എന്റെ പാത്രമൊക്കെ ഒരു പരുവായിട്ട് പോകും മിക്കവാറും. അതുകൊണ്ട് നമ്മൾ ആ മോഹമൊന്നും വേണ്ട കേട്ടോ. വെറുതെ നമ്മുടെ പൈസ കൊടുത്തു അതിന്റെ പാത്രവും സാധനങ്ങളും ഒക്കെ നമ്മൾ നശിപ്പിക്കണം, വേണ്ടല്ലോ. അപ്പൊ നമ്മളിത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇതിനകത്തോട്ട് ഇച്ചിരി കഴുകി അങ്ങ് എടുക്കാവേ. അത് ഒഴിച്ചു. ഇനി നമ്മുടെ ചിക്കനെ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. പല രീതി നമ്മൾ ചിക്കൻ കറി വെക്കല്ലേ, ഇത് വേറൊരു രീതി. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി വാങ്ങിച്ചിട്ടില്ല, കുറച്ച് ചിക്കൻ വാങ്ങിച്ചുള്ളൂ. ഇവർക്ക് തന്നെ 2 ദിവസത്തേക്കാവും. ഇത് തന്നെ ഈ പറയുന്ന പോലെ തിന്നത്തൊന്നുമില്ല ആരും, കുറച്ച് തിന്നും, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നെ നല്ലായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കങ്ങ് അവനെ അങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ. അവിടെ ഇത് പതുക്കെ ചെറിയ തീ വേണം ഇതൊക്കെ വേകാന്. ഇതിൽ നിന്ന് ഞാൻ ശകലം നല്ല പീസ് നോക്കി ചിക്കൻ്റെ കഷ്ണം മാത്രം നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്നില്ല, നാളെ കഴിഞ്ഞ് എടുക്കാന്ന് വിചാരിച്ചു. ഫ്രീസറിലോട്ട് അങ്ങ് വെച്ചു. ചീത്തയാണ് അങ്ങനത്തെ വെക്കുന്നത്, എന്നാലും വെച്ചിട്ടുണ്ട്. അപ്പം ഇതവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് വേഗട്ടെ കേട്ടോ. വേഗട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേത് വെക്കുന്നുള്ളൂ, മറ്റേതെല്ലാം റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. ഇത് വെന്തോട്ട് അവിടെ ഇരുന്നു. ഇതെല്ലാം അപ്പം നമുക്ക് കഴുകി വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ എവിടം വരെ ആയെന്ന് നോക്കാം. നല്ല ഇതായിട്ട് ഇടയ്ക്ക് ഉപ്പും ഇതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ കറക്റ്റാണ്. അതിങ്ങനെ ഇരുന്നാൽ മതി. ഇത്രയും ചാറ് വേണം, ഇത്രയും ചാറ് വേണം. അപ്പൊ ചിക്കൻ കറി നമ്മുടെ റെഡിയായി കേട്ടോ. ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഇതുണ്ടോ? ഉപ്പ് നോക്കാൻ വരായിരുന്നു. ഉപ്പൊന്ന് നോക്കി ഉപ്പ് നോക്കാൻ ചേട്ടനെ വിളിക്കുന്നതായിരിക്കും, ഉപ്പ് നോക്കാൻ കേട്ടല്ലോ. ഞാൻ അതിൻ്റെ ഇപ്പറ ഇടയ്ക്ക് ഇതാ നമ്മുടെ രാത്രിയിലത്തേക്കുള്ളവരാക്കുക. ഇച്ചിരി മാങ്ങാ ചമ്മന്തി അരച്ചു വെക്കാം. രാത്രി ഇന്ന് കഞ്ഞിയാ എന്താണേലും. അപ്പൊ ഇച്ചിരി ഇന്ന് കഞ്ഞിയാട്ടോ, ഇന്ന് കഞ്ഞിയാ. മാങ്ങാ ചമ്മന്തി, ചെറുപയർ തോരനും. ഓരോരുത്തരൊക്കെ എന്നും കഞ്ഞി കുടിപ്പിച്ച്, അങ്കമാലി ചേച്ചിയാണ് ഡെയിലി കഞ്ഞി കുടിപ്പിക്കുക. കഞ്ഞി കുടിപ്പിച്ച് ഭയങ്കരമായിട്ടിട്ട് കൊതിപ്പിക്കുക. ആരെങ്കിലും ഒക്കെ കഞ്ഞി കുടിക്കുന്നെന്ന് കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അന്നേരം അത് കണ്ടാ നമുക്കും മോഹം കയറും, കഞ്ഞി കുടിക്കണം. അപ്പൊ തന്നെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ തന്നെ തോന്നിയ അപ്പൊ രാത്രിത്തേക്കാക്കിയത് കഞ്ഞിയാക്കിയേക്കാന്ന് വിചാരിച്ചു.
നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുക. കയ്യെ വീഴുന്നു. ഇത് ചാറ് മതി കേട്ടോ. മതിയോ? സ്പൂൺ എടുത്തിട്ട് നോക്കുക എന്താ വേണ്ടിയെന്നുള്ളത്. കാണിച്ചു തരാം അവന്റെ ചിക്കൻ എങ്ങനെ ഇരിക്കുന്നെന്നുള്ളത് കേട്ടോ. ചേട്ടൻ ഏതായാലും ഇതാ എന്നാ സ്പൂണ് ചെറുത് അതിനകത്തും കിടക്കുന്ന സ്പൂൺ. നമ്മുടെ പുതിയ സ്പൂണ് മതിയോ? മതിയോ? നോക്കട്ടെ. നോക്കി വെച്ച എനിക്കിത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഉപ്പ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞു. ശരിക്കും പറഞ്ഞു. അടിപൊളി. ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പൊക്കെ ഉണ്ട്. നീ നോക്കിയിരുന്നല്ലേ? ഇല്ല, ഞാൻ എന്തോ ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ. പിന്നെ എങ്ങനെ പിന്നെ സദ്യക്കൊക്കെ മണത്ത് പണ്ട് എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ ഇളയത് പണാവളിലെ ഇളയത് എന്റെ കൂട്ടുകാരന്റെ അച്ഛനാ. മറ്റേ കൂടുതലൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ നമ്പൂതിരിമാര്. അതായത് എന്റെയൊക്കെ കുഞ്ഞു പ്രായത്തിലാണ്. അന്ന് അവന്റെ അച്ഛനെന്ന് പറഞ്ഞ അവിടുത്തെ ഫേമസ് ആ പണാവളിലെ കുട്ടപ്പൻ ഇളയെന്നാ പറയുന്നത്. പൂച്ചാക്കൽ കുട്ടപ്പൻ ഇളയതിന്റെ പാചകം എന്ന് പറഞ്ഞാൽ കല്യാണം അടിയന്തരം എന്ന് പറഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കൂല. വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. ലാസ്റ്റ് ഒരാളെ കൊണ്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ കഥ പറഞ്ഞ് അങ്ങോട്ട് എത്തി. ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്യൂല. വാരി ഇട്ടു പൊങ്ങണം തലമുണ്ടല്ലേ. ഒരു കുഴപ്പമില്ല. കറക്റ്റ് എന്റെ ഭാഗം ഒക്കെയാണ്. ഇനി കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ആണല്ലോ. എല്ലാം നിർത്തി ഇനി എന്റെ ചമ്മന്തി അരച്ച് നോക്കട്ടെ കേട്ടോ. ചമ്മന്തി അരച്ച് ഇതിന് എടുത്തു വെച്ചേക്കുന്നു. നമ്മുടെ പയറ് വേവിച്ച് വെച്ചേക്കുന്നു. അപ്പൊ ഓക്കെ. ഇപ്പൊ ഞാൻ നിങ്ങളെ നമ്മുടെ ചിക്കൻ കറി കാണിച്ചില്ലല്ലോ. ദാ നമ്മുടെ ചിക്കൻ കറി ഉണ്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിന് ഇനി ഉണ്ടാക്കാവേ. ആദ്യം തന്നെ നമ്മുടെ കശുവണ്ടി പരിപ്പിനെ വറക്കുവാണേ. ചിലവർ കശുവണ്ടി ഇതിനകത്ത് ഇടത്തില്ല. ഞാനിത് എന്താണെങ്കിലും ഞാനിത് കേട്ടല്ലോ. അതിനെ നമുക്ക് ഫസ്റ്റിലെ അങ്ങോട്ട് വറുത്തെടുക്കാം. വറുത്തു അതിങ്ങോട്ട് ചൂടാകണം. മുക്കടച്ചകളോടെ മൂത്തു. സമയം പോന്നല്ലേ. പിന്നെ ആദ്യം നമ്മുടെ റിഫൈൻഡ് ഓയിൽ കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെ ഇടുന്നു. ജസ്റ്റ് പെട്ടെന്ന് കേട്ടോ. നമ്മുടെ ആ മുടിയുടെ 1.25 ലക്ഷമായി കേട്ടോ. അപ്പം ക്യാരറ്റും ബീൻസും കൂടെ നമുക്ക് ഇട്ട് മൂപ്പിക്കല്ല, ഒന്ന് വെന്താ മതി കേട്ടോ. ഒത്തിരി വെന്ത് പോവല്ലേ, കൊള്ളത്തില്ല. ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ കാണാവോ നിങ്ങൾക്ക്? കാണാലോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോണ്ട് വേണം കേട്ടോ. ഈ ബീൻസിന്റെ ഉണ്ടല്ലോ പച്ചപ്പ് വരാൻ വേണ്ടി ശരി പഞ്ചസാര കൊടുക്കണം. ഇതെല്ലാം ആയിട്ട് കാണിക്കാവേ, അല്ല ഒത്തിരി നീളത്തിലായിപ്പോ. പിന്നെ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെറാന്നിരിക്കുന്നു കേട്ടോ.
നമ്മുടെ പച്ചക്കറിയൊക്കെ വരുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എന്നാ എടുക്കും, നമ്മുടെ ഇതില്ലോ സോയാ സോസും കൂടെ അങ്ങോട്ട് ഒഴിക്കും. പിന്നെ ചില്ലി ഒഴിക്കും. ഒക്കെ ഞങ്ങൾ സ്ഥിരം മേടിച്ച് വെച്ചേക്കുന്ന സ്ഥലം കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും ടൊമാറ്റോ സോസ് ലാസ്റ്റ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ആക്കിയിട്ട് വരാം. ഇതൊക്കെ ആയി. നമ്മുടെ ചോറിനെ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വെന്ത്, ഒത്തിരി വെന്തില്ല, നല്ല വേറാനായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ തക്കാളി സോസ് ഇച്ചിരി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുടഞ്ഞാണ് എടുക്കേണ്ടത്. നമ്മൾ കുടയുമ്പോൾ ചിലപ്പോൾ താഴോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ പരീക്ഷണത്തിനൊന്നും പോകുന്നില്ല. നമുക്ക് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. കാണിച്ചു തരാം. ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡിയായി. അപ്പം എൻ്റെ ഫ്രൈഡ് റൈസ് ഇതാണ്. എൻ്റെ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കശുവണ്ടിപ്പരിപ്പും എല്ലാം ഞാൻ ഇട്ടു. അപ്പം കാണിച്ചു തരാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാ കേട്ടോ. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ഫ്രൈഡ് റൈസ് ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്, സൂപ്പറാണ്. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിന്നാറില്ല. ഉപ്പ് മാത്രം നോക്കും, ബാക്കിയെല്ലാം അവരാണ് നോക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ചിക്കൻ കറി ഓക്കെ ആയി. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ എല്ലാം ആയി. ഇനി ചള്ളാസും കൂടെ അരിഞ്ഞിടട്ടെ. പപ്പടവും കാച്ചിയാൽ മതി. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഷെയർ ചെയ്യുന്നത് എൻ്റെ സ്കിൻ ടൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ തൂങ്ങാതെ എന്നാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കുക. നമ്മളെ ഇവിടെ മുട്ടയുടെ കളിയാട്ടോ. മുട്ട വെച്ചുള്ള പരിപാടി എൻ്റെ എല്ലാം. നിങ്ങളൊന്ന് നോക്കിക്കേ, എല്ലാം അത് തന്നെയാണ്. ശരിയല്ലേ? അപ്പം നന്നായിട്ട് പതയ്ക്കുക. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണേ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ചെല്ലാം പിടിപ്പിച്ചതിന് ശേഷം കാണിച്ചു തരാവേ. ഈ രണ്ട് കയ്യിലും ഇങ്ങനെ തേക്കണേ. തേച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ മേളിലോട്ട് ഈ രണ്ട് സൈഡാണ് നമ്മുടെ തൂങ്ങി വരുന്നത്. നമുക്ക് പ്രായമാകുമ്പോൾ ഇനി തൂങ്ങേണ്ട പ്രായമൊക്കെ ആയി തുടങ്ങി. അപ്പം തൂങ്ങാതിരിക്കാൻ ഞാൻ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഓരോന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഓരോരോ സന്ദർഭങ്ങളിലാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. തലമുടി വളരുന്നത് കാണിച്ചു തന്നു. പിന്നെന്തായിരുന്നു, എന്നാ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് നല്ലതായിട്ടൊക്കെ ഒന്ന് വെളുത്തൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നു. അത് സ്ഥിരം ഒരു ആഴ്ചയിലൊന്ന് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന നന്നായിട്ട് വെളുക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല, നമ്മുടെ സ്കിന്നിൻ്റെ കളർ. എന്നെ പണ്ടെല്ലാവരും കറമ്പി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അമ്മയുടെ ഒക്കെ ബന്ധത്തിലുള്ളൊരു ശ്യാമള ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഒരു പ്രാവശ്യം വന്നപ്പം അവരൊക്കെ ആയിരുന്നു എന്നെ കറമ്പി എന്ന് വിളിക്കുന്നത്. അവർ പറഞ്ഞത്, എടീ നിന്നെ ഞങ്ങൾ ഇനി എങ്ങനെയാണ് കറമ്പി എന്ന് വിളിക്കുന്നത്? ഭയങ്കര കറുപ്പായിരുന്നു ഞാൻ. ഓരോന്നൊക്കെ ടിപ്സൊക്കെ ചെയ്തതായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ആയത്, നമുക്കറിയില്ല.
ഇനി നിന്നെ ഞങ്ങൾ കറമ്പീന്ന് വിളിക്കത്തില്ലടി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അപ്പം എനിക്ക് മാറ്റം വന്നു ചേച്ചി. മാറ്റം വന്നോ? ഇപ്പൊ കറമ്പെന്നല്ല, കറുത്തോന്നല്ല, ഇരുണ്ടോന്നല്ലേ പറയാൻ പറ്റൂ. ഏകദേശം നല്ല കളറൊക്കെ ആയെന്ന് പറഞ്ഞു. ഭയങ്കര കളറല്ല, സാധാരണ കറുപ്പിൽ നിന്നും. അപ്പം ഇത് നന്നായിട്ട് തേച്ച് 15 മിനിറ്റ് ഇരിക്കുക. മിണ്ടരുത് കേട്ടോ, ഉണങ്ങുന്നിടം വരെ മിണ്ടരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടരുത്. പിന്നെ പതുക്കെ അങ്ങ് തേച്ച് കഴുകിക്കളയുക, സോപ്പൊന്നും ഇടരുത്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. കഴുകി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ 15 മിനിറ്റായി. അപ്പൊ ഞാൻ കഴുകിയെല്ലാം കഴിഞ്ഞു. ഈ ടിപ്സ് എല്ലാവരും ഉപയോഗിക്കണം. സ്കിൻ തൂങ്ങാതെ ഒരു പരിധി വരെ നിർത്താന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് ഒരു 50 വയസ്സായ ഒരു 45 വയസ്സ് തൊട്ട് അപ്പത്തൊട്ടാണേലും ചെയ്താൽ മതി. 50 വയസ്സ് തൊട്ടാണേലും ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പം ഒരു 55 ഒരു 58 വയസ്സോളം പിടിച്ചൊക്കെ നിർത്താം. അത് കഴിഞ്ഞാൽ നോ രക്ഷ പറ്റത്തില്ല. ഒരു പരിധി വരെ നിർത്താന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ കുറച്ച് വർഷങ്ങൾ ഇരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതും കൂടെ ചെയ്ത് നോക്കണം കേട്ടോ. തലേ മുട്ട തേക്കുന്ന ദിവസം ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്. അത് പിന്നെ കാണിക്കാമല്ലോ നോർത്തായിരുന്നു. ഈ വെള്ള മുഖത്തൂടങ്ങ് തേക്കുക. നാരങ്ങ നീര് ഇച്ചിരി അതിനകത്ത് ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും വേണ്ട. അതിന് മുന്നായിട്ട് വെള്ളം എടുത്തിട്ട് ഇത് മുഖത്തൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് നാരങ്ങ നീരെടുത്ത് തല തേച്ചാൽ മതി. അപ്പം നമുക്കിനി ഒരിടവേള കഴിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൂടെ നമ്മൾ ഉണ്ടാക്കി. ഇവരുടെ അഭിപ്രായം എന്നാന്നൊക്കെ ഒന്ന് ഞാൻ കേക്കട്ടെ. ഞാന് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോ എന്നാ പറഞ്ഞത്? നീ എന്നിട്ട് പൊങ്ങിയില്ലേ? അതിന് മുട്ടിക്കാനായിട്ട് നീ കാണിച്ചിട്ട് ഞാൻ വേളി ചെന്നായിരുന്നു. ശരിയായിരുന്നല്ലേ? അടിപൊളിയായി. ഈ മകന്റെ അഭിപ്രായം ആ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അവൻ വിളമ്പിയപ്പോഴേ പറഞ്ഞു. ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് അവൻ പറഞ്ഞു. അവന് കൂടുതൽ ഇതിനകത്തൂടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം എല്ലാവരും കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുവാണ്. അപ്പം 2-3 പേര് എന്നോട് 3-4 ഞാൻ പഴയതൊന്നും നോക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് കണ്ടവർക്കാണ് ഹായ് പറയുന്നത് കേട്ടോ. അംബിക എന്ന് പറയുന്ന കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒരു ഹായ് തരാമോ ചേച്ചിന്ന്. അംബിക കുട്ടി ഹായ്. അടുത്ത് ജോമോൾ സിബി പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയണമെന്ന്. ജോമോൾ സിബിക്ക് എൻ്റെ വക ഒരു ഹായ്. സിനോ കെ എം ഒരു ഹായ് തരാൻ പറഞ്ഞിട്ടുണ്ട്. സിനോ കെ എം ഹായ്. കിട്ടിയോ? നമ്മുടെ ജോമാസുമായിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹായ് പറയണേ, എനിക്കൊരു ഹായ് തരണേന്ന്. എൻ്റെ ജോമാ ഹായ്. പറ്റിച്ചില്ലേ എവിടം വരെ വന്നിട്ട്? ഇനി വന്നില്ല ശരിയാക്കും കേട്ടോ. അപ്പൊ അത്രയും പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ മുടിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുടിയുടെ ഇനി പറയുന്നവർക്ക് ദേഷ്യം വന്നാലും എനിക്കൊന്നുമില്ല. ചോദിക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവർക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ 1 മതിയല്ലോ ചേച്ചി 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഞാൻ ഒന്നുകൂടെ പറയാം, ആഴ്ചയിൽ 1 മതി. പിന്നെ ആൺപിള്ളേർക്ക് തേക്കുമ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നാരങ്ങ നീര് 2 തുള്ളി മതിയോ? മതി കേട്ടോ, അതൊക്കെ മതി. അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങളുടെ മുടി എന്താണേലും നല്ല ഭംഗി വരികയും ചെയ്യും, വളരുകയും ചെയ്യും. ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ മുടി തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് നല്ല മാറ്റമുണ്ട്, മുടി കൊഴിച്ചിൽ നിന്നിട്ട് കുറച്ച് കുറഞ്ഞു, പിന്നെ മുടി സിൽക്കി ആയി തുടങ്ങി. ഭയങ്കര സന്തോഷമാണ് അത് കണ്ടിട്ട്. എനിക്കും അത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ച് ആൾക്കാർ പുച്ഛിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. അതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ടയുടെ വെള്ളം വെച്ചപ്പം മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. എൻ്റെ പൊന്നെ, അങ്ങനൊന്നും ഒരിക്കലും പറയല്ല കേട്ടോ. നമ്മൾ ഒരിക്കലും ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഉള്ള കാര്യമല്ല നമ്മളിടുന്നത്. ഒരിക്കലും അങ്ങനെ പറയരുത്.
കൊഴിഞ്ഞു പോയതൊക്കെ അതെന്തെങ്കിലും പ്രശ്നം കൊണ്ട് കൊഴിഞ്ഞു പോയതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പോയി ഡോക്ടറെ പോയി കാണുക. എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. അല്ലാണ്ട് വെള്ളം മുട്ടയുടെ തേച്ചെന്നും പറഞ്ഞ് കൊഴിഞ്ഞൊന്നും പോകത്തില്ല. മുടി വളരത്തേ ഉള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുടി കൊഴിയത്തില്ലേ, അങ്ങനെ വല്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിക്കണം. ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതാരും ഉള്ള കാര്യം പറയാണ്. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരോട് ഞാൻ പറയാണ്, എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ നമുക്ക് കാണുന്നതായിരിക്കും. ടാറ്റാ.